റോഷ്നി മോളെ 2 കപ്പ് ചായ കൊണ്ടുവാ. കൂടെ 2 ബിസ്ക്കറ്റും കൊണ്ടുവാ. വെറും വയറ്റില് ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് കേടാണ്. ശരി അമ്മേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ശകുന്തള ദേവിയുടെ മൂത്ത മരുമകൾ ചായ ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി. ഗ്യാസ് അടുപ്പിൽ ചായ ഉണ്ടാക്കാനായി ആരംഭിച്ചു. ഇഞ്ചി, ഏലക്കായ, ജീരകവും ചേർത്ത് അവൾ നല്ലൊരു ചായ ഉണ്ടാക്കി. ട്രേയിൽ കപ്പ് വെച്ച് ചായ ഒഴിച്ചപ്പോൾ അല്പം പുറത്തേക്ക് പോയി. ആ ട്രേയിൽ അറിയാതെ അവൾ ബിസ്ക്കറ്റും വെച്ചു. എല്ലാ ബിസ്ക്കറ്റും അതിൽ കുതിർന്നുപോയി. ഓ മോളെ, എന്താ ഇത്? ഈ ബിസ്ക്കറ്റ് ഞാൻ എങ്ങനെ കഴിക്കാ? ഇതെല്ലാം കൂടെ കുതിർന്നു പോയല്ലോ. അതിനെന്താണമ്മേ? അമ്മ എന്തായാലും ബിസ്ക്കറ്റ് ചായയിൽ മുക്കിയല്ലേ കഴിക്കുന്നേ? ഞാൻ ഇങ്ങനെ ചെയ്തു തന്നതിന് അമ്മ എന്നോട് നന്ദിയാ പറയണ്ടേ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് മിക്സ് ചെയ്യേണ്ടി വരുമായിരുന്നല്ലോ. ദൈവത്തിനറിയാം ഇവളിനി എന്നാ നന്നാവാന്ന്. ഇവളുടെ ഈ മണ്ടത്തരമൊക്കെ ഇനി എന്നാ തീരുക? റോഷ്നി ശകുന്തളാ ദേവിയുടെ മൂത്ത മരുമകളാണ്. അവൾക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. അത് നന്നായി വിളമ്പാൻ അവൾക്കറിയില്ല. അങ്ങനെയിരിക്കെ റോഷ്നിയുടെ ഭർത്താവിന്റെ സഹോദരൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. ചേച്ചി പെട്ടെന്ന് തന്നെ ഭക്ഷണം എടുത്തോളൂ. എനിക്ക് നല്ല വിശപ്പുണ്ട്. സഹോദര, 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാം. നോക്കൂ, നിന്റെ ചേട്ടനും വന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും ഫ്രഷായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നോളൂ. അല്പസമയത്തിനുള്ളിൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ എത്തി. റോഷ്നി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. വിളമ്പിയ ഭക്ഷണം കണ്ട് എല്ലാവരും അമ്പരന്ന് നോക്കി. പാത്രത്തിന് നടുവിലായിട്ടാണ് കറി വിളമ്പി വെച്ചിരിക്കുന്നത്. ബ്രെഡും സബ്ജിയും അതിനു മുകളിലായിട്ട് വിളമ്പിയിരിക്കുന്നു. അതിനു മുകളിലായി സലാഡും വിളമ്പിയിട്ടുണ്ട്. ബ്രെഡാണെങ്കിലോ കറിയിലാകെ കുതിർന്നുപോയി. ഇത് കണ്ട അമ്മായിയമ്മ പറഞ്ഞു, എന്താ മോളെ നീ ഭക്ഷണം ഇങ്ങനെ വിളമ്പിയിരിക്കുന്നത്? ഇത് കണ്ടപ്പോ തന്നെ എന്റെ വിശപ്പെല്ലാം പോയി. അമ്മേ, നിങ്ങൾ സാലഡും ബ്രെഡും വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ചല്ലേ കഴിക്കുന്നേ? പിന്നെ എന്താ കുഴപ്പം? അങ്ങോട്ട് കഴിക്കുന്നേ. എല്ലാം കഴിക്കാൻ തന്നെയല്ലേ? വയറിനകത്ത് എല്ലാം കൂടെ ഒരുമിച്ചല്ലേ എത്തുന്നേ? നീ ഭക്ഷണം നന്നായി പാചകം ചെയ്യും, പക്ഷേ കഴിക്കാൻ തരുന്ന രീതി തെറ്റാണ്. അതേ മരുമോളെ, ഭക്ഷണം നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ചേല. അമ്മേ, എനിക്ക് ഭക്ഷണം വിളമ്പാനൊക്കെ അറിയാം. അമ്മ അതങ്ങ് കഴിച്ചേ. അല്ലെങ്കിൽ ഇപ്പൊ ആ ബ്രെഡെല്ലാം നനഞ്ഞു കുതിർന്നു പോവും. പിന്നെ ഉള്ളതുപോലും ഉണ്ടാവില്ല. അമ്മായിയമ്മ പറഞ്ഞതിനൊന്നും റോഷ്നി ഒരു വിലയും നൽകിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം റോഷ്നിയുടെ ഭർത്തൃ സഹോദരന് അലീഷയുമായിട്ടുള്ള വിവാഹാലോചന വന്നു. ഒരു ഞായറാഴ്ച അലീഷയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഭക്ഷണമെല്ലാം വളരെ ഭംഗിയായി വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര ഭംഗിയായി വിളമ്പി വെച്ചിരിക്കുന്നേ! ഇതെല്ലാം കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നു. കൊതികൊണ്ട് വായിൽ വെള്ളം വന്നു. അപ്പോൾ അലീഷയുടെ അമ്മ പറഞ്ഞു, സഹോദരി, ഇതെല്ലാം എന്റെ മോൾ ഒറ്റയ്ക്കുണ്ടാക്കിയതാ. ഇത് വിളമ്പി വെച്ചിരിക്കുന്നത് കണ്ടാലേ അറിയാം ഇത് വളരെ രുചികരമായിരിക്കുമെന്ന്. സഹോദരി, നിങ്ങളുടെ മകള് വളരെ കഴിവുള്ളവളാ. എല്ലാവർക്കും അലീഷയെ ഒരുപാട് ഇഷ്ടമായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അലീഷയും ഗഗനും വിവാഹിതരായി. വിവാഹത്തിന്റെ പിറ്റേ ദിവസം, കൊച്ചുമോളെ, ഇന്ന് നിന്റെ ആദ്യത്തെ പാചക ദിവസമല്ലേ? നിനക്കറിയാവുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവാ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. റോഷ്നി, നീ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. കല്യാണമായിട്ട് വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുക. ശരി അമ്മേ. മൂത്ത മരുമകൾ വീട് വൃത്തിയാക്കാനായി പോയി. ഇളയ മരുമകളാകട്ടെ ഭക്ഷണം ഉണ്ടാക്കാനും പോയി. അലീഷ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ ഭക്ഷണമെല്ലാം തയ്യാറായി. എന്നാൽ ഭക്ഷണം ഒരുക്കാനായി മാത്രം 2 മണിക്കൂറോളം എടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം എന്ന് പറയുന്നത്. എത്ര മനോഹരമായാണ് ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. ഈ പ്ലേറ്റ് പോലും കഴിക്കാൻ തോന്നുന്നു. അത്ര മനോഹരമായ വിളമ്പി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇനിയിപ്പോ ഭക്ഷണം ചാണകം കഴിക്കുന്ന പോലെ കഴിക്കേണ്ടി വരില്ലല്ലോ. റോഷ്നി, ഇതുപോലെയാ ഫുഡ് വിളമ്പേണ്ടത്. നീ ഈ ഇളയ മരുമകളെ കണ്ടുപഠിക്കേ. നമുക്ക് ഇങ്ങനെ ഒരു മരുമോളെ കിട്ടിയതിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാ. ഇത് കേട്ട് ചേച്ചിയുടെ മുഖം വാടി. എന്നാൽ ഭക്ഷണം വായിൽ വെച്ചതോടെ അവരുടെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായി. എല്ലാരും നിരാശരായി. എന്തുപറ്റി അമ്മേ? ഭക്ഷണം കഴിക്കുന്നില്ലേ? അപ്പോൾ അവരുടെ മകൾ പറഞ്ഞു, അയ്യേ, ഇതൊന്നും വെന്തിട്ട് പോലുമില്ല. മോളെ, നിന്റെ ഇളയേച്ചി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്ന ഭക്ഷണമല്ലേ? അതുകൊണ്ട് അല്പം ടെൻഷനായി കാണും. മരുമകൾ ഈ വീട്ടില് പുതിയതല്ലേ, അതായിരിക്കും. അവളെ വിഷമിപ്പിക്കണ്ട. നമുക്കിത് കഴിക്കാം. നിനക്കറിയോ മോളെ, ആദ്യമായിട്ട് ഞാൻ പാചകം ചെയ്തപ്പോ കരിഞ്ഞ റൊട്ടിയാ അമ്മായിയമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തേ. ഞാൻ പേടിച്ചു പോയായിരുന്നു. അവസാനം എല്ലാരും പകുതി വെന്ത ആ ഭക്ഷണം കഴിച്ചു. അടുത്ത ദിവസവും അലീഷ ഭക്ഷണമെല്ലാം പാചകം ചെയ്തതിനു ശേഷം വളരെ നന്നായി തന്നെ അത് വിളമ്പി വെച്ചു. പക്ഷെ ഉണ്ടാക്കിയ ഭക്ഷണം ഇന്നും പകുതി വെന്തത് തന്നെയായിരുന്നു. എല്ലാരും 2 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു ഭക്ഷണം കഴിക്കാൻ.
അന്നും വേവാത്ത ഭക്ഷണം അവർക്ക് കഴിക്കേണ്ടതായി വന്നു. അല്ല ശകുന്തള, നീ പറഞ്ഞത് ഭക്ഷണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നല്ലേ? എന്നാൽ ഇത് ചെറിയ വ്യത്യാസമൊന്നുമല്ല, വലിയ വലിയ വ്യത്യാസമാണ്. ഇതിനൊരു ടേസ്റ്റും ഇല്ലെന്നേ. ഇതൊന്നുമില്ലെന്നേ, കുറച്ചു ദിവസം കൊണ്ട് അവള് പഠിച്ചോളും. നിങ്ങൾ വിഷമിക്കാതെ ഇതങ്ങ് കഴിക്ക്. അടുത്ത ദിവസവും അലീഷ പാചകം ചെയ്യാൻ തുടങ്ങി. മോളെ, ഇന്ന് ഭക്ഷണത്തിനായി നീ റൊട്ടിയും ചക്കക്കറിയും ഉണ്ടാക്കിയാ മതി. ശരി അമ്മേ. അലീഷ ഭക്ഷണം ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി. ഈ അലീഷ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഏകദേശം 2 മണിക്കൂർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെന്താ വേവാതിരിക്കുന്നേ? ഇത്രയും സമയമൊക്കെ എടുത്ത് പാചകം ചെയ്തിട്ടും ഈ ഭക്ഷണത്തിന് ഒരു രുചിയുമില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. അമ്മായിയമ്മ അടുക്കളയിലെത്തിയപ്പോൾ അലീഷ മസാല പാകം ചെയ്യുകയായിരുന്നു. ചക്ക വേവുന്നതിനു മുമ്പേ തന്നെ മസാലയും മുളകും അതിനകത്ത് ചേർത്ത് ഇളക്കുന്നതാണ് അമ്മായിയമ്മ കണ്ടത്. മോളെ, നീ ഭക്ഷണം ഉണ്ടാക്കാൻ 15 മിനിറ്റ് പോലും എടുത്തില്ലല്ലോ. അതെ അമ്മേ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ 15 മിനിറ്റ് തന്നെ മതി. പക്ഷെ അത് ഒരുക്കാനാണ് എനിക്ക് 2 മണിക്കൂർ വേണ്ടത്. 2 മണിക്കൂറോ? ഈ വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യാലോ അത്രയും സമയമുണ്ടെങ്കിൽ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായ നിന്റെ ഭക്ഷണം എന്താ വേവാത്തതെന്ന്. അമ്മേ, എന്നെ ശല്യം ചെയ്യല്ലേ, ഞാൻ ഇതൊക്കെ ഒന്ന് ഒരുക്കട്ടെ. അപ്പോൾ അവിടേക്ക് രോഷ്നി കടന്നുവന്ന് അമ്മയോട് പതിയെ പറഞ്ഞു. അമ്മേ, അമ്മ പറഞ്ഞത് ഇളയ മരുമകളുടെ ഭക്ഷണം കണ്ടാൽ ഭക്ഷണത്തോടൊപ്പം ആ പ്ലേറ്റ് പോലും കഴിച്ചു പോകുന്നാണല്ലോ. അതേസമയം ചേച്ചിയുടെ മകന്റെ സ്കൂളിൽ നിന്ന് ഫോൺ കോൾ വന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനായിരുന്നു ആ കോള്. അർജുന് സ്കൂളിൽ വെച്ച് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടതുകൊണ്ടാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ദേ നോക്കൂ, ഈ കുട്ടിയെ കണ്ടില്ലേ? കുറച്ച് ദിവസത്തോളം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. കഴിച്ചതെന്താന്ന് വെച്ചാ പകുതി വേവിച്ച ഭക്ഷണങ്ങൾ മാത്രമാ. അതുകൊണ്ട് അവന്റെ വയറിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. എങ്ങനെയായിരുന്നാലും ഭക്ഷണം നന്നായിട്ട് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമാണ്. അലീഷ എന്നും അവന് സ്കൂളിലേക്ക് ഭക്ഷണം കൊടുത്തുവിടാറുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ അവനിങ്ങനെ വിശപ്പ് വരുന്നേ? അതേ മേഡം, റോഹൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അവൻ ഭക്ഷണം കഴിക്കാതെ അത് വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ് പതിവെന്ന്. അതിനർത്ഥം എല്ലാ ദിവസവും എന്റെ കുഞ്ഞ് വിശന്നിരിക്കുവാണെന്നാണോ? നിനക്കറിയാലോ മോളെ, അലീഷ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കുന്നേന്ന്. അതുകൊണ്ട് ഇനി അർജുന്റെ ടിഫിൻ നീ തന്നെ ഉണ്ടാക്കിയാ മതി. നീ ഇനി ഇക്കാര്യം ശ്രദ്ധിച്ചോളണം. മരുമോളെ, അതെ, നാളെ നിനക്കും കുഞ്ഞുങ്ങളുണ്ടാകും. ആ കുഞ്ഞിന് വേവാത്ത ഭക്ഷണം ഉണ്ടാക്കുവോ? ഞങ്ങൾ ഒന്നും മിണ്ടാതെ നിന്റെ വേഗാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് നീ എന്നെങ്കിലും അത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചാ. ഇന്നു മുതൽ നീ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്ക്. ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യമാ. ഇന്നു മുതൽ ചേച്ചി കുക്ക് ചെയ്തോളും, നീ വിളമ്പിയാൽ മതി. അതായിരിക്കും നമുക്കെല്ലാവർക്കും നല്ലത്. വേഗാത്ത ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ചാണകം തന്നെയാ നല്ലത്. അന്നുമുതൽ ചേച്ചി രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാനും തുടങ്ങി. അനിയത്തിയാകട്ടെ അത് മനോഹരമായി വിളമ്പാനും തുടങ്ങി. ഇപ്പോഴാകട്ടെ 2 മണിക്കൂറിനു പകരം അത് 10 മിനിറ്റ് കൊണ്ട് വിളമ്പാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ രുചികരമായ ഭക്ഷണം മനോഹരമായി വിളമ്പിയത് എല്ലാ കുടുംബാംഗങ്ങൾക്കും കഴിക്കാനായി സാധിച്ചു. അരെ ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്തൂ. എന്താ സ്വാതി, നീ എന്തിനാണ് പെട്ടെന്ന് വണ്ടി നിർത്തിയത്? എനിക്ക് നന്നായി വിശക്കുന്നു. വരൂ, നമുക്ക് പോയി ചൗമൻ കഴിക്കാം. നീ എത്ര വലിയ വീട്ടിലെ മകളാണ്, പക്ഷെ ഈ സ്റ്റോളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നിന്റെ ഹോബി എന്താണെന്ന് എനിക്കറിയില്ല. വാ, ഇനി നിന്റെ ലെക്ചർ നിർത്ത്. ഇഷ്ടമുള്ളതല്ലേ കഴിക്കാൻ പറ്റൂ. സ്റ്റോളിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് 5 സ്റ്റാർ ഹോട്ടലിൽ ആഹാരം കഴിച്ച കിട്ടില്ല. സ്വാതി തന്റെ കൂട്ടുകാരി നിധിയോടൊപ്പം ചൗമീൻ സ്റ്റോളിലേക്ക് പോയി. അവൾ ചൗമീൻ വാങ്ങി വളരെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു യാചക പെൺകുട്ടി അവിടേക്ക് വന്നു. ദയവായി എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരൂ, എനിക്ക് വളരെ വിശക്കുന്നു. വിശക്കുന്നുണ്ടോ? ഹയ്യ, ഒരു പ്ലേറ്റ് തരൂ, ഒരു പ്ലേറ്റ് പാക്കും ചെയ്യൂ. സ്വാതി സ്റ്റാളുകാരനോട് പറഞ്ഞ് ഭിക്ഷക്കാരി പെൺകുട്ടിക്ക് കഴിക്കാൻ ആഹാരം നൽകുന്നു. ആ സ്റ്റാളിന്റെ അടുത്ത് നിന്നിരുന്ന രോഹൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇത്രയും പണക്കാരിയായ വീട്ടിലെ പെൺകുട്ടിയുടെ പെരുമാറ്റം അവനെ വളരെ ഇഷ്ടപ്പെട്ടു. ചൗമൻ കഴിച്ച് അവൾ തന്റെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. സത്യത്തിൽ സ്വാതിക്ക് സ്റ്റോൾ ഫുഡ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾ പലപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റോളിൽ എത്താറുണ്ടായിരുന്നു. രോഹനും ചിലപ്പോഴൊക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഏതെങ്കിലും സ്റ്റോളിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്വാതിയെ കാണാറുണ്ടായിരുന്നു. സ്റ്റോളിൽ വെച്ച് കണ്ട് അവർ പരസ്പരം പ്രണയത്തിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, റോഹൻ, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നിന്നെ മാത്രം. നീ പെട്ടെന്ന് നിന്റെ വീട്ടുകാരോട് പോയി സംസാരിക്കണം. ഞാനും എന്റെ പാരന്റ്സിനോട് സംസാരിക്കാം. മാഡം, നിങ്ങൾ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്. ഞാനാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സുകാരനും. എന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? അതോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ? ശരി, ഞാൻ ഇതേക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാം. രോഹൻ തന്റെ വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ സ്വാതിയും തന്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. പിന്നീട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അവരുടെ വിവാഹം നടക്കുന്നു.
ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്ന സ്വാതി ഇപ്പോൾ മിഡിൽ ക്ലാസ് ഭർത്തൃവീട്ടിലേക്ക് വരുന്നു. തന്റെ ഭർത്തൃഗൃഹത്തിലേക്ക് വരുന്ന സമയത്തും സ്വാതിയുടെ കണ്ണ് തെരുവിലെ സ്റ്റാളുകളിലായിരുന്നു. സ്വാതിയുടെ ഭർത്തൃഗൃഹം ചാന്ദിനി ചൗക്കിലായിരുന്നു. അവിടെ ആഹാരത്തിന് പലതരത്തിലുള്ള സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. എന്റെ ഭർത്തൃഗൃഹം ഇത്രയും ഇടുങ്ങിയ തെരുവിലാണ്. പക്ഷേ ഇവിടുത്തെ സ്റ്റാളുകൾ ശരിക്കും രസകരമായി. ഹൈ ഹൈ, ബർഗർ, ചൗമീൻ, ഗോൾഗപ്പേ, ദഹി പപ്പടി, ആലുപുടി, കടി ചാവൽ, വാ വാ, നല്ല രസമായിരിക്കും. കുറച്ചു കഴിഞ്ഞ് അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ അവളുടെ അമ്മായിയമ്മ ആരതിയൊഴിഞ്ഞ് അവളെ സ്വീകരിക്കുന്നു. എന്റെ ഇളയ മരുമകളെ, നിനക്ക് ഭർത്തൃ വീട്ടിലേക്ക് സ്വാഗതം. എന്റെ 2 മരുമക്കളും വന്നു. ഇപ്പോൾ ഞാൻ ഈ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്വതന്ത്രയാണ്. മൂത്ത മരുമോളെ, സ്വാതി അവളുടെ മുറി വരെ കൊണ്ടുചെന്നാക്കൂ. ചേട്ടത്തി അനിയത്തിയെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ചേട്ടത്തി, ഈ മുറി ചെറുതാണല്ലേ? നിങ്ങളുടെ വീട് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ മുറി നിങ്ങൾക്ക് വളരെ ചെറുതായി തോന്നുന്നത്. അതെ, ശരിയായിരിക്കും. നാളെ നിന്റെ ആദ്യത്തെ അടുക്കളയാണ്. നേരത്തെ എഴുന്നേൽക്കണം. അടുത്ത ദിവസം രാവിലെ സ്വാതി എല്ലാവർക്കും വേണ്ടി ഹൽവയും പൂരിയും ഉണ്ടാക്കുന്നു. അവൾ ഉണ്ടാക്കിയ ഭക്ഷണം വീട്ടുകാർക്ക് അധികം ഇഷ്ടമായില്ല. എന്നാലും അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ എല്ലാവരും അവളെ പ്രശംസിക്കുന്നു. പകൽ സമയത്ത് അയൽപക്കത്തെ സ്ത്രീകൾ സ്വാതിയെ മുഖം കാണിച്ച ശേഷം പോകുന്നു. അങ്ങനെ വൈകുന്നേരമാകുന്നു. അമ്മേ, വീട്ടിൽ മത്തങ്ങയും കുമ്പളങ്ങയും ഇരിപ്പുണ്ട്. അത്താഴത്തിന് എന്താണ് ഉണ്ടാക്കേണ്ടത്? മരുമോളെ, ഇന്ന് കുമ്പളങ്ങ ഉണ്ടാക്ക്. അത് കഴിഞ്ഞ ആഴ്ചയേ ഇരിക്കുവാണ്. സഹോദരി ഉമ ഗ്രാമത്തിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കുമ്പളങ്ങ? അത്താഴത്തിന് ആരാണ് കുമ്പളങ്ങ കഴിക്കുന്നത്? എന്നെ കൊണ്ട് കഴിക്കാൻ സാധിക്കില്ല. ഇന്ന് എനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ദഹിബാലെ, രാജ്മ ചാവൽ പോലെ എന്തെങ്കിലും. ഈ സ്ട്രീറ്റിന് പുറത്ത് തന്നെ ഒരുപാട് സ്റ്റാളുണ്ട്. എന്നാൽ ഞാനെങ്ങനെ പുറത്തു പോകും? എന്തേലും ബുദ്ധി പ്രയോഗിക്കൂ സ്വാതി. ഐഡിയ. സ്വാതി വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. കൂടാതെ അവൾ ഭക്ഷണം കഴിക്കാനും വിസമ്മതിക്കുന്നു. രോഹനെ ഫോൺ ചെയ്യാം. അവൻ വന്നാൽ ഉടൻ ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്വാതി രോഹന് ഫോൺ ചെയ്യുന്നു. അവൻ ബിസിയായിരുന്നതിനാൽ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. ഈ രോഹൻ ഫോൺ പോലും എടുക്കുന്നില്ല. കുറച്ച് ബുദ്ധി പ്രയോഗിക്കൂ. സ്വാതി അവിടെയും ഇവിടെയുമൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് സ്വാതി ജനൽ കാണുന്നു. അവൾ അതിലൂടെ പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ ദാഹിബാലയുടെ സ്റ്റാളിനടുത്തെത്തുന്നു. അവൾ വയറ് നിറച്ച് ദാഹിബാലയും രാജ്മ ചാവലും കഴിക്കുന്നു. എന്നാൽ അവളെ അയൽവക്കത്തുള്ള ഗപ്പു ആന്റി കാണുന്നു. ഇത് സരളയുടെ പുതിയ മരുമകളല്ലേ? ഇവൾ ഇന്നലെയല്ലേ വിവാഹം കഴിച്ചു വന്നത്? ഹൈ റാം, എന്തൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ മരുമകൾക്ക് ഒരു നാണക്കേടും ഇല്ല. കുറച്ചു സമയം കഴിഞ്ഞ്, പിടിക്കൂ സഹോദര പൈസ. മാഡം ജി, 200 രൂപയ്ക്ക് ചില്ലറയില്ല. കുഴപ്പമില്ല, നിങ്ങൾ വെച്ചോളൂ ടിപ്പായിട്ട്. വയറ് നിറഞ്ഞ ശേഷം അവൾ അതേ ജനാലയിലൂടെ തന്നെ തിരിച്ചു വരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ ചേട്ടത്തി അവൾക്ക് വേണ്ടി കിച്ചടി ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഇത് കഴിക്കൂ സ്വാതി, ഇത് കഴിച്ചാൽ വയറുവേദന മാറും. വേണ്ട ചേട്ടത്തി, ഒട്ടും വിശപ്പില്ല. ഉള്ള വയറുവേദന ഒന്നും കഴിക്കാതിരുന്നാൽ കുറച്ചു കഴിഞ്ഞ് തന്നെ മാറിക്കോളും. എന്നാൽ ശരി, പിന്നീട് വിശക്കുകയാണെങ്കിൽ പറയണം. അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് ഗപ്പു ആന്റി വരുന്നു. സമ്മതിക്കുന്നു സർല, ഇത് മോഡേൺ കാലഘട്ടമാണ്. എന്നാൽ ഇത്രയും മോഡേൺ ആണോ? ഇന്നലെ വന്ന മരുമകൾ പുറത്ത് സ്റ്റാളിൽ പോയി വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരുടെ മരുമകളുടെ കാര്യമാണ് പറയുന്നത്? നിന്റെ. ഇന്നലെ രാത്രി ഞാൻ അവളെ പുറത്ത് സ്റ്റാളിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഞാൻ കേട്ടത് വലിയ പണക്കാരിയാണെന്നാണ്. പിന്നെ എന്തിനാണ് സ്റ്റാളിലെ ഫുഡ്? അപ്പോഴേക്കും സ്വാതി അവിടേക്ക് വന്നു. എന്താ, താങ്കൾ എന്നെയാണോ കണ്ടത്? ഇന്നലെ എനിക്ക് വയറുവേദനയായിരുന്നു. ഞാൻ എന്റെ മുറിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്. പറയാറില്ലേ, ഒരാളെപ്പോലെ 7 പേരുണ്ടെന്ന്. അവളും എന്നെപ്പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ അവൾ എല്ലാ ദിവസവും തന്റെ ഭർത്താവിന്റെ വീട്ടുകാർ കാണാതെ കഴിക്കുമായിരുന്നു. ഒരു ദിവസം അവളുടെ ചേട്ടത്തി പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുകയായിരുന്നു. അപ്പോൾ അവർ ഇതെല്ലാം കണ്ടു. അരെ, ഇത് അനിയത്തിയല്ലേ? ഇവളെങ്ങനെയാണ് സ്റ്റാളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നത്? അതുകൊണ്ടാണ് അവൾ വീട്ടിലെ ആഹാരത്തിനോട് അധികം താല്പര്യം കാണിക്കാത്തത്. അതിനർത്ഥം ഗപ്പു ആന്റി പറഞ്ഞത് സത്യമാണ്. അന്നു മുതൽ ചേട്ടത്തി അനിയത്തി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം സ്വാതി എന്തോ കാരണം പറഞ്ഞ് സ്റ്റാളിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ചേട്ടത്തി അമ്മായിയും കൂട്ടി സ്റ്റാളിന്റെ അടുത്തേക്ക് പോകുന്നു. ശരി, അപ്പോ ഇതാണ് നിന്റെ യഥാർത്ഥ രൂപം. വീട്ടിലെ ആഹാരം കഴിക്കാതെ എന്നും ഇവിടെ വന്ന് കഴിക്കുന്നു. നിനക്കറിയാമോ ഇതൊക്കെ എത്ര ദോഷകരമാണെന്ന്? വല്ലപ്പോഴുമൊക്കെ കുഴപ്പമില്ല, എന്നാൽ സ്ഥിരമായി പുറത്തുനിന്ന് കഴിക്കുന്നത് ദോഷകരമാണ്. ഒന്നും സംഭവിക്കില്ല. ഇന്ന് വരെ എന്റെ വീട്ടുകാർ എന്നെ തടഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളാരാണ് എന്നെ തടയാൻ?
പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ സ്വാതിക്ക് വയറുവേദന വരുന്നു. അപ്പോഴേക്കും അവിടേക്ക് റോഹൻ വരുന്നു. അവർ എല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇയാളുടെ വയറിൽ ആവശ്യത്തിലധികം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. പുറത്തെ ആഹാരം ഒരുപാട് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉടനെ തന്നെ ഇയാളുടെ ഓപ്പറേഷൻ ചെയ്യണം. ഏതെങ്കിലും സാധനം ആവശ്യത്തിൽ കൂടുതലായാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് എത്ര ദോഷകരമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇയാളുടെ അവസ്ഥ കണ്ട് മനസ്സിലായി കാണും. ഓപ്പറേഷൻ ചെയ്ത് സ്വാതിയുടെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ഇതിൽ നിന്നൊക്കെ സ്വാതിക്ക് ഒരു കാര്യം മനസ്സിലായി. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോൾ ഫുഡ് അവളുടെ ജീവൻ പോലും എടുക്കുമായിരുന്നു എന്ന്. Thanks for watching.